നമസ്കാരം. വീണ്ടും സുരേഷ് ഗോപി തൃശൂർ മേയർ കൂടിക്കാഴ്ച. തൃശൂരിനെ പുതിയ മുഖച്ഛായ കൊണ്ടുവരാൻ സുരേഷ് ഗോപിക്കാണ് ഇനി കഴിയുക. ആ അധികാരത്തിന്റെ ചെങ്കോൽ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകി കഴിഞ്ഞു. മേയർ സുരേഷ് ഗോപി കൂട്ടുകെട്ട് തൃശൂരിൽ ഇനി ഫലിക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇപ്പോഴത്തെ തൃശൂർ മേയറും സുരേഷ് ഗോപിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ചർച്ചയാക്കി തൃശൂരിലെ ജനങ്ങൾ. മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ച കേന്ദ്രമന്ത്രി എന്ന പരിവേഷവും മാറ്റിവെച്ചാണ് തൃശൂരിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓടി നടന്ന കാര്യങ്ങൾ തിരക്കുന്ന തിരക്കിൽ തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇത്രയും നാൾ വന്നുപോയ എംപിമാരെ പോലെയല്ല സുരേഷ് ഗോപിയിൽ വലിയ വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത്. പഞ്ചായത്തും കോർപ്പറേഷനും ചെയ്യേണ്ട തെരുവ് ലൈറ്റ് സ്ഥാപിക്കുക, അങ്കണവാടികൾ നിർമ്മിക്കുക തുടങ്ങിയ പണികളാണ് എംപിമാർ ചെയ്യുന്നത്. പക്ഷേ അതിലുപരി തൃശൂരിന്റെ വലിയ മാറ്റത്തെയാണ് ഇനി ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള തൃശൂരിന്റെ ഓരോ വികസന പാതയിലും കേന്ദ്രമന്ത്രിയായ തൃശൂരുകാരുടെ സ്വന്തം സുരേഷ് ഗോപിയുടെ കയ്യൊപ്പ് ഉണ്ടായിരിക്കണമെന്നാണ് തൃശൂരുകാരുടെ ആഗ്രഹം. അതിന് ഉറപ്പും കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപി. ഇനിയുള്ള 5 കൊല്ലങ്ങൾ വോട്ട് നൽകിയതിന്റെ നന്ദി താൻ പ്രവർത്തിച്ചു കാണിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയിൽ താൻ അടക്കമുള്ള തൃശൂരുകാർക്ക് വലിയ പ്രതീക്ഷയാണുള്ളതെന്നാണ് മേയർ MK വർഗീസ് പറയുന്നത്. വീണ്ടും ചർച്ചകളിൽ സുരേഷ് ഗോപിയും മേയറും ഇടം നേടുകയാണ്. കോർപ്പറേഷന്റെ 53ാം ഡിവിഷൻ അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം റോഡിലുള്ള അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഉദ്ഘാടനത്തിലായിരുന്നു മേയറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പരസ്പരം പുകഴ്ത്തിയത്. പഞ്ചായത്തും കോർപ്പറേഷനും ചെയ്യേണ്ട തെരുവ് ലൈറ്റ് സ്ഥാപിക്കുക, അങ്കണവാടികൾ നിർമ്മിക്കുക തുടങ്ങിയ പണികളാണ് സാധാരണ എംപിമാർ ഇവിടെ ചെയ്യുന്നത്. കേരളത്തിന് യോജിച്ച തരത്തിലും തൃശൂരിന്റെ വികസനത്തിനും വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള കർമ്മ പദ്ധതികൾ സുരേഷ് ഗോപി കൊണ്ടുവരണം. തൃശൂരിന് മാറ്റമുണ്ടാകണം. വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഏറെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചതെന്നും അതിന്റെ തെളിവായി ഓരോ പ്രവർത്തനവും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയുണ്ടെന്നുമാണ് മേയർ വലിയ വിശ്വാസത്തോടെ സുരേഷ് ഗോപിയെ നോക്കി പറഞ്ഞത്. കോർപ്പറേഷന്റെ ഉപഹാരമായി നെറ്റിപ്പട്ടത്തിന്റെ ചെറുമാതൃക മേയർ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചതും വലിയ ചർച്ചയായി. മേയറുടെ രാഷ്ട്രീയം പൂർണ്ണമായും വ്യത്യസ്തമാണെന്നും അതിനെ താൻ ബഹുമാനിക്കുന്നെന്നും സുരേഷ് ഗോപി മറുപടിയായി പറഞ്ഞിരുന്നു. ന്യായമായ കാര്യങ്ങൾ നടപ്പാക്കി ജനങ്ങളുടെ സൗഖ്യത്തിന് ഊന്നൽ നൽകുന്ന മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ ചെയ്യും എന്നും അദ്ദേഹം പറഞ്ഞു. എതിരായി നിൽക്കുന്നവരെ നിങ്ങൾക്കറിയാമെന്നും അവരെ കൈകാര്യം ചെയ്യണമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. എന്നാൽ ശാരീരികമായിട്ടല്ല, അവരെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്നും വിരൽ നിശ്ചയിക്കുന്നത് പാഠം പഠിപ്പിക്കാൻ കൂടിയാണെന്നുമൊക്കെ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ സൂചിപ്പിച്ചും സുരേഷ് ഗോപി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മേയർ വികസന പദ്ധതികളെക്കുറിച്ച് താനുമായി വലിയ ചർച്ച ചെയ്തിരുന്നുവെന്നും അവ പൂർത്തിയാക്കാനുള്ള പരിശ്രമം ഇപ്പോൾ തൃശൂരിൽ തുടരുന്നുവെന്നുമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. ഏതായാലും തൃശൂരിൽ വലിയ രീതിയിലുള്ള വികസനങ്ങളും പദ്ധതികളും ഒക്കെ സുരേഷ് ഗോപി മേയർ കൂടിക്കാഴ്ചയിലൂടെ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും സുരേഷ് ഗോപിയുടെ ഈ വരവിൽ തൃശൂരിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് മനസ്സിലാവുകയാണ്.